കാര്യം എന്തൊക്കെ പറഞ്ഞാലും ചില സമയത്ത് ചിലതൊക്കെ കേൾക്കുന്നത് നമുക്ക് വല്ലാത്ത ഹാപ്പിനെസ് ആണ്. അതിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ അഡ്രിയാൻ നിക്കോളാസ് ലൂന വെറ്റിമാറിന്റെ കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കരിഞ്ഞുപോയ പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറക് തുന്നിപ്പിടിപ്പിച്ച മനുഷ്യന്റെ പേര് അഡ്രിയാൻ ലൂണ എന്നാണ്. അതിനകത്ത് നമ്മുടെ ഇവാൻ വിക്കോമനോവിച്ച് എന്ന ആശാന്റെ പേര് തള്ളിക്കളയാൻ ആർക്കും പറ്റത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നതുകൊണ്ട് ക്ലബിന് കുറച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂണെ ഇന്തോനേഷ്യൻ ക്ലബിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കളിക്കാൻ പറഞ്ഞു വിട്ടത് നിങ്ങളാരും മറന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതേ അഡ്രിയാൻ ലൂണ തിരികെ വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ട് വീണ്ടും അഡ്രിയാൻ ലൂണയെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയി. ഏകദേശം 10 ദിവസങ്ങൾക്ക് മുൻപാണ്. 10 ദിവസങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ 4-ാം തീയതിയാണ് ലൂണയെ ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ ഇന്തോനേഷ്യൻ ക്ലബ്ബ് അദ്ദേഹവുമായിട്ടുള്ള ലോൺ സ്പെല്ല് ചേർന്നതിനെ തുടർന്ന് അഡ്രിയാൻ ലൂണയുടെ ഡിപ്പാർച്ചർ പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത്. അതായത് നിലവിൽ അഡ്രിയാൻ ലൂണ യാതൊരു ക്ലബ്ബുമായിട്ടും കോൺട്രാക്റ്റിൽ ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടല്ലാതെ വേറെ ആരുമായിട്ടും കമ്മിറ്റ്മെന്റ് ഇല്ല. ബ്ലാസ്റ്റേഴ്സിന് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ലൂണയെ വിളിച്ച് കളിപ്പിക്കാൻ പറ്റും. സോ അഡ്രിയാൻ ലൂണ ബാക്ക് ടു ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയാം. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ പാർട്ടിസിപ്പേഷന്റെ കാര്യം ഇങ്ങനെ നിൽക്കുവാണ്. ഈ ഒരു മാനേജ്മെന്റ് അഡ്രിയാൻ ലൂണയ്ക്ക് മാച്ച് ഫീസ് കൊടുക്കാനില്ലെന്ന് പറഞ്ഞ് ഇനി കളിപ്പിക്കാതിരിക്കുമെന്ന് മാത്രമേ അറിയാനുള്ളൂ.